ആർ.വി. ബാബു, തന്ത്രിയെ കുടുക്കിയത് എന്തിന്, ആർക്കുവേണ്ടി എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. SIT അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് CPM ഉന്നത നേതാക്കളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് തന്ത്രിയെ കുടുക്കാനുള്ള ശ്രമം നടത്തിയതും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതും. ഇത് വളരെ ബോധപൂർവമുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയല്ലേ? തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു സമാജം, ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്രവിശ്വാസികൾ അവര് അന്ന് പറയാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ അന്ന് പറഞ്ഞതും ഈ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ നിലയ്ക്ക് തന്ത്രി കുറ്റക്കാരനാണ് എങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതിനകത്ത് തെറ്റില്ല, ആരായാലും അയ്യപ്പന്റെ മുതൽ കവർന്നെടുക്കുന്നവര് ശിക്ഷാർഹരാണ്, അവർ മാപ്പർഹിക്കുന്നില്ല, ഈ നിലപാടായിരുന്നു എടുത്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പത്മകുമാറിനെയും അതേപോലെ വാസുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് SITക്ക് മുന്നോട്ട് പോകാൻ പിന്നെ വഴികളില്ലാതെ വന്ന സമയത്താണ് SIT ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. തന്ത്രി അറസ്റ്റ് ചെയ്ത് SIT തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് SIT പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ. പക്ഷെ ഇപ്പോ കോടതിയുടെ മുമ്പാകെ SITക്ക് തന്ത്രിക്കെതിരെ യാതൊരു തെളിവും ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ആസൂത്രിതമായിരുന്നു, അതൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് പറ്റുക. കാരണം തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനോ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതിനോ ഒരാളും ഒരു തെറ്റും പറയില്ല. പക്ഷെ ഇപ്പൊ തന്ത്രിക്കെതിരെ ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനായിരുന്നു അറസ്റ്റ്? എന്തായിരുന്നു അന്ന് SIT ഉദ്ദേശിച്ചത്? അതായത് പ്രശാന്തിനെ പോലെ ഈ വിഷയത്തിൽ 2025 ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കട്ടളപ്പാളി കൊടുത്തുവിട്ടതിൽ, ദ്വാരപാലകരുടെ കൊടുത്തുവിട്ടതിലൊക്കെ കുറ്റക്കാരായിട്ട് നിൽക്കുന്ന പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതേപോലുള്ള നിരവധി ആളുകൾ SIT തന്നെ കോടതിയിൽ പറഞ്ഞതനുസരിച്ചിട്ട് നിർണായകമായ 5 പേര് എന്നൊക്കെ പറഞ്ഞിരുന്നു. ദ്വാരപാലക കേസിൽ 3 പേരും കട്ടളപ്പാളി കേസിൽ 2 പേരും വളരെ നിർണായകമായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ ഹൈക്കോടതിയിൽ മൊഴി നൽകിയ സബ്മിഷൻ കൊടുത്തത് SIT ആണ്. ആ 5 പേരുടെ അറസ്റ്റ് എവിടെ? ആ 5 പേര് ആരൊക്കെയാണ്? അതിനൊന്നും ഒരു മറുപടി ഇല്ലെന്ന് മാത്രമല്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മൊത്തം കേസ് വഴിതിരിച്ചു വിട്ട് CPMനെതിരെ ഉയർന്ന ജനരോഷത്തെ തണുപ്പിക്കാനും അത് തന്ത്രിക്കെതിരായിട്ട് തിരിച്ചുവിടാനും വേണ്ടി നടത്തിയ ആസൂത്രിതമായ ശ്രമമാണ് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതോടെ CPMന്റെ തന്ത്രം, CPMന്റെ മുഖം മൂടി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. CPM SITയെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണകൂടം SITയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമായിട്ടാണ് നമുക്ക് തന്ത്രിയുടെ അറസ്റ്റിനെ കാണാൻ സാധിക്കുന്നത്. തന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, തന്ത്രിയെ ആ നിലയ്ക്ക് എന്തെങ്കിലും വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോ കോടതി തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തന്ത്രി കുറ്റക്കാരനല്ല എന്ന രീതിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ തന്ത്രി അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇനിയിപ്പോ കേസ് വിചാരണയിലും ഒക്കെ നടക്കട്ടെ, തന്ത്രി ധാർമ്മികമായി കുറ്റക്കാരനാണോ എന്നുള്ളത് അത് വേറെ വിഷയം. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും തെറ്റുകാരനല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഈ കോടതി വിധി എത്തിക്കുന്നത്. പൂർണ്ണമായും SIT പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ്. ഈ SITയിലുള്ള വിശ്വാസം സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. SIT ഭരണകൂടത്തിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോ വ്യക്തമായിരിക്കുകയാണ്. ഈ SIT ഹൈക്കോടതിക്ക് SITയിൽ വിശ്വാസം ഉണ്ടാകാം, പക്ഷെ പൊതുസമൂഹത്തിന് SITയിൽ യാതൊരു വിശ്വാസവുമില്ല. പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത ഹൈക്കോടതിയിൽ പോലും നഷ്ടപ്പെടുന്ന, ഹൈക്കോടതിയെ കുറിച്ച് പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കമന്റുകൾ ദയവായി ഇനി ഹൈക്കോടതി നടത്താതിരിക്കണം. ഈ SIT ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത SIT ആണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ആർ.വി. ബാബു പ്രതികരിച്ചതിന്.